ഫ്രണ്ട്സ്, ഞാൻ അതുപോലെ സോഷ്യൽ മീഡിയയിൽ 1-2 പോസ്റ്റുകളൊക്കെ ഇതുപോലെ കാണുന്നുണ്ട്. അതായത് കുറച്ച് വീഡിയോസ് കാണുന്നു, ട്രോൾ വീഡിയോസ് കാണുന്നു. രേണുസുതി ഔട്ടായി പോയി, രേണുസുതി ഔട്ടാക്കിയെന്ന് പറഞ്ഞാൽ രേണുസുതിയെ കളിയാക്കി കുറെ ആൾക്കാരൊക്കെ വരുന്നു. പക്ഷെ നിങ്ങൾക്കറിയില്ല രേണുസുതി ആയിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ ഗെയിമർ. നിങ്ങൾക്കറിയോ? ഒരിക്കലും രേണുസുതി ഗെയിം അറിയാത്ത ആളല്ല. രേണുസുതി നല്ല പോലെ ഗെയിം കളിച്ചൊരു വ്യക്തിയാണ് അവിടെ. അതിനെല്ലാം കഴിവുള്ളോ ഇവിടെയുമുണ്ട്. അതാർക്കും അറിയുന്നില്ല. കാരണം എന്താ അറിയാവോ, ഇത് മൈൻഡ് ഗെയിം എന്നാണ് ബിഗ് ബോസ് പറയുന്നത്. ആ മൈൻഡ് ഗെയിം കൊണ്ട് രേണുസുതിയെ ഔട്ടാക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞു? മൈൻഡ് ഗെയിം കൊണ്ട് രേണുസുതി ഔട്ടാക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞു? 35 ദിവസം കൊണ്ട് ഇതെന്ന് തോന്നുന്നു ഏകദേശം. ആർക്കെങ്കിലും കഴിഞ്ഞു ഔട്ടാക്കാൻ? കഴിഞ്ഞില്ല. രേണുസുതിക്ക് മുമ്പേ എത്ര പേര് ഔട്ടായി പോയി കഴിഞ്ഞു? നല്ലപോലെ കളിക്കുന്നവരെ പോയിട്ടില്ലേ? പോയി. ലാസ്റ്റ് രേണുസുതിക്ക് സ്വയമേ മനസ്സിലായി, അതായത് മൈൻഡ് ഗെയിം എന്ന് പറയും, മനസ്സിലായി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി പ്രശ്നമാകും, ഇനി ഔട്ടായി കഴിഞ്ഞാൽ നാണക്കേടാ. അതുകൊണ്ടാണ് രേണുസുതി സ്വയമേ ഇറങ്ങിപ്പോയതാണ്. ആണ് രേണുസുതിയുടെ ഗെയിം. രേണുസുതി സ്വയം ഇറങ്ങിപ്പോയി. രേണുസുതി പോകുമ്പോൾ ഒരു വാക്കും പറഞ്ഞ് എനിക്ക് ഒരു ദിവസം നിന്നാൽ മതിയായിരുന്നു. ആ പറഞ്ഞത് ശരിയാണ്. അവർ അതിനകത്ത് ജയിച്ചു. അവരെ പുറത്താക്കാൻ ബിഗ് ബോസിന് പോലും കഴിഞ്ഞില്ല. അവർ സ്വയമേ ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ ആ ഗെയിമർ ആരാണ്? ഏറ്റവും നല്ല ഗെയിമർ ആരാണ്? ഏറ്റവും നല്ല ഗെയിമർ രേണുസുതി തന്നെ. കാരണം വേറൊന്നുമില്ല, അവരെ ഒരു മനുഷ്യനെ പോലും ഔട്ടാക്കാൻ കഴിഞ്ഞില്ല. ബിഗ് ബോസിനടുത്ത് പുറത്ത് കളയാൻ പറ്റിയില്ല. അവർക്ക് അവർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് അവർ കോട്ടുണ്ടായിരുന്നു. ഇനി നിന്ന് കഴിഞ്ഞാൽ പണി വാളും എന്ന് രേണുവിന് മനസ്സിലായി. അതുകൊണ്ടാണ് രേണു സ്വയമേ ഇറങ്ങിപ്പോയത്. അപ്പം നല്ല ഗെയിമർ ആരാ? രേണു തന്നെയല്ലേ? ചിന്തിച്ച് നോക്കിയാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്.